ഹലോ എവരിബഡി, ഞാൻ പ്രിയ. അതിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഒരു സെൽഫ് ടോക്കും അതുപോലെ ഒരു പോസിറ്റീവ് മൈൻഡ് ക്രിയേഷനും അങ്ങനെയുള്ള വേറൊരു, അതായത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന, അതായത് നല്ലൊരു പേഴ്സണാലിറ്റി ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കുന്ന വേറൊരു ടിപ്സ്. അതെന്താണെന്ന് വെച്ചാൽ അത് ജേർണലിസം. അതായത് നമ്മൾക്ക് നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ കുറിച്ചിടാതെ നമുക്കതൊരു ഡയറിയിലേക്ക് പകർത്തുക. അത് ഒരുപാട് പേര് ലൈഫിൽ പക്ഷേ അതൊരു റുട്ടീനായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ഇതുവരെയും ചെയ്യാത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നമുക്കതൊരു ഡയറിയിൽ കൃത്യമായിട്ട് അതൊന്ന് എഴുതി വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്കത് വീണ്ടും, നമ്മുടെ അനുഭവങ്ങളാണല്ലേ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പേർക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമുക്കതൊന്ന് കുറിച്ചിട്ട് ഡയറി എഴുതുന്ന ഒരു ശീലം, അതൊരു നല്ലൊരു റുട്ടീൻ ഹാബിറ്റാക്കി മാറ്റിയാൽ നല്ലൊരു വിൽ പവർ, നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു ഉണർവും ആരോഗ്യവും ഒക്കെ ഉള്ളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫുള്ളൊരു വ്യക്തിയായി മാറും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു 5 ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതൊരു സെൽഫ് അവെയർനെസ് പോലെ നമ്മളോട് തന്നെ ചോദിച്ച് അതൊരു ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ വളരെ പവർഫുള്ളായിട്ട് തോന്നിയിട്ട്, അതായത് ഞാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത് ഞാനത് വളരെ പവർഫുള്ളായിട്ട് ഞാൻ ആ കാര്യം ചെയ്തു, അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? അതെന്താണെന്ന് വെച്ചാൽ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ചെയ്യാനായിട്ട് ഭയം തോന്നിയിട്ടുള്ളൊരു കാര്യം. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് പേടിയും ഉണ്ടാകും. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ചെയ്യാനായിട്ടൊരു പേടി, ഏറ്റവും അധികം പേടി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം, നമുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, അതായത് നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ, ഐ എം പ്രൗഡ് ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുള്ള ആ ഒരു നിമിഷം. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ, വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ത്രീത്വത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്ത്രീ എന്ന ഒരു ഇതിൽ എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം? അത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ത്രീത്വത്തിൽ അഭിമാനം കൊള്ളുന്നെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് അതിന് നമുക്ക് നല്ലൊരു ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എഴുതുക. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മളൊരു ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് ഓരോ മനുഷ്യർക്കും നമ്മൾക്കുണ്ടാവുമല്ലോ ഒരു കൃത്യമായൊരു ഗോള്. അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആരാണോ ആ ഒരു വ്യക്തിത്വത്തിൽ നമ്മൾക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഞ്ഞു ടിപ്സുകൾ നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മുടെ ആ ഒരു ഇന്നർ ഗ്രോത്ത്, ഇന്നർ കോർ വളരെയധികം നല്ല പവർഫുള്ളായിട്ട് മാറും. നമുക്ക് മനസ്സിലൊരു നല്ലൊരു വിൽ പവറുള്ള, നല്ലൊരു സ്ട്രോങ് മൈൻഡുള്ള വ്യക്തിയായിട്ട് മാറാം. അപ്പോൾ നമുക്ക് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയ്ക്ക് നല്ല ശരീരം, അതുപോലെ നല്ല ലൈഫിൽ വളരെ സക്സസ്ഫുള്ളായിട്ടൊക്കെ മാറാനൊക്കെ സാധിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലേ? തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.